നാട്ടിലൊക്കെ MDMA-യും ലഹരിയും പിടിക്കുമ്പോൾ, പ്രദേശങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വാക്കുണ്ട്: അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു നൽകൂ. കഴിഞ്ഞ ദിവസം ഇതാ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു, അധ്യാപകരുടെ കയ്യിൽ ചെറിയ ചൂരൽ ഉണ്ടാകട്ടെ എന്ന്. അധ്യാപകന്റെ കയ്യിൽ ഒരു ചൂരലല്ല, ഒരു കെട്ട് ചൂരൽ നൽകിയാലും, വിദ്യാലയത്തിലേക്ക് ഒരു കെട്ടിൽ ചൂരൽ കെട്ടിക്കൊണ്ടുവന്നാലും മാറാൻ പോകുന്നതല്ല ഇന്നത്തെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധിയും. എന്തിന് 2Kക്ക് മുൻപ് ഞാനും നിങ്ങളുമൊക്കെ ജനിച്ച കാലഘട്ടം നമ്മൾ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട്. അധ്യാപകരെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ചോദിക്കാൻ രക്ഷിതാക്കൾ വന്നിരുന്നില്ല. എന്നെയും നിങ്ങളെയുമൊക്കെ വിദ്യാലയത്തിൽ ചേർക്കാൻ വന്ന് പിന്നീട് TC വാങ്ങാൻ വന്നവരാകും പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ. ഇന്ന് ഓരോ നിമിഷത്തിലും രക്ഷിതാക്കളുടെ ഇടപെടൽ ഒരു ചൂരലിന്റെ പ്രശ്നമല്ല, വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും പ്രശ്നമല്ല, മറിച്ച് രക്ഷിതാക്കളുടെ, സമൂഹത്തിന്റെ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ്. അന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം അടികിട്ടുന്ന കാലത്ത് ഇന്നും നമുക്ക് ആ അധ്യാപകരെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ, ഒരു വല്ലാത്ത ബഹുമാനത്തിന്റെ ഒരു നിമിഷമുണ്ട്. അത് ഉണ്ടായത് അന്ന് സമൂഹവും രക്ഷിതാക്കളും അധ്യാപകരോടൊപ്പം വിദ്യാലയത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളില്ല. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ പറഞ്ഞാൽ തിരിച്ചു പറയുന്നത് എന്റെ മോനത് ചെയ്യില്ല എന്നാണ്, നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്നാണ്. മാഷേ, നിങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, എന്റെ മോനത് ചെയ്യില്ല, എന്റെ മക്കൾ അത് ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപകൻ സസ്പെൻഷനിലായത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ 3 മണിക്ക് പറഞ്ഞയക്കണമെന്ന് രക്ഷിതാവ് കുട്ടിയോട് പറഞ്ഞറിയിച്ചു. അധ്യാപകനോട് വന്ന് കുട്ടി പറഞ്ഞു. 3 മണി സമയത്ത് അധ്യാപകൻ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കി, ഈ കുട്ടിയെ പറഞ്ഞയക്കണോ എന്നറിയാൻ. രക്ഷിതാക്കൾ ഫോൺ എടുത്തില്ല. കുട്ടിയെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാൽ വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ച അധ്യാപകൻ ആ കുട്ടിയെ പറഞ്ഞയച്ചില്ല. 3:30 3-4 പേർ സ്കൂളിലേക്ക് കയറി ഇറങ്ങി. എന്റെ കുട്ടിയെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ട് എന്തേ പറഞ്ഞയക്കാതിരുന്നത്? ചോദ്യമായി, വർത്തമാനമായി. അതിനിടക്ക് ഒരു അധ്യാപകൻ കൂടി കയറി ഇടപെട്ടു. നിങ്ങളുടെ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ മാഷ് അത് പറഞ്ഞയക്കാതിരുന്നത്? വർത്തമാനമായി. 2 പേർക്ക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാം. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഇടപെട്ടതിന്റെ പേരിൽ ഇതാണ് ഇന്നത്തെ നിയമവ്യവസ്ഥയെങ്കിൽ എങ്ങനെ ധൈര്യമായി നമ്മൾ ചൂരൽ പ്രയോഗിക്കും? മാറേണ്ടത് നിയമവ്യവസ്ഥയല്ല, മാറേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളുമല്ല, മറിച്ച് രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും മനോഭാവമാണ്. ഞാനും നിങ്ങളുമൊക്കെ വിദ്യാലയത്തിൽ പഠിച്ചവരല്ലേ, പരീക്ഷ എഴുതിയവരല്ലേ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്ന സമയത്ത് ഞാൻ അടക്കമുള്ളവർ അറിയാതെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. വലത് കൈകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിനും +1-നും +2-നും ഒക്കെ പരീക്ഷാ ഡ്യൂട്ടിക്ക് പോകുന്ന ഞാനടക്കമുള്ളവർ കാണുന്നത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക, പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ ഒരു വല്ലാത്ത ലാഘവത്തോടെ, എന്തോ വാങ്ങുന്ന ലാഘവത്തോടെ അങ്ങ് വാങ്ങി പുച്ഛഭാവത്തിൽ പരീക്ഷ എഴുതുന്ന 2K വിദ്യാർത്ഥികളെയാണ് ഞാൻ എല്ലാവരെയുമല്ല ഉദ്ദേശിച്ചത്. പക്ഷേ മാറേണ്ടതുണ്ട്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. അതൊരു മര്യാദയാണ്. രക്ഷിതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഒരു ബഹുമാനത്തിന്റെ ചിഹ്നമാണ്. അതൊന്നും 2Kക്കില്ല. ചൂരലെടുത്തുകൊള്ളട്ടെ അധ്യാപകർ. പക്ഷേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി ചെറിയ ഒരടി കൊടുക്കുമ്പോൾ ചൂലുമായി തിരിച്ചു വരുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ ഭാഗത്ത് തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റ് മനസ്സിലാക്കുകയും അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താൻ അധ്യാപകരോടൊപ്പം നിൽക്കുകയുമാണ് രക്ഷിതാക്കളെ നമ്മൾ ചെയ്യേണ്ടത്.
അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂരലെടുക്കുമ്പോൾ ചൂലുമായി തിരിച്ചു വരുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ തല ചിലപ്പോൾ ഉടലിൽ തന്നെ നാളുകളിൽ കാണണമെന്നില്ല. നമ്മുടെ മക്കളെല്ലാവരും നന്നാകണം. സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ താങ്ങും തണലുമായി നമ്മുടെ മക്കൾ മാറട്ടെ. ലഹരിയിൽ നിന്നും അതുമാത്രമല്ല മറ്റു അരാജകത്വങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ മാറ്റി നിർത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മുന്നിട്ടിറങ്ങണം.